ഹലോ, ഇന്ന് എന്ത് റെസിപ്പി ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് അടുക്കള മൊത്തം തപ്പിയപ്പോൾ അതേ ഒരു മൂലക്കിരിക്കുന്നു. അടുക്കളയിൽ ഒരു മൂലയ്ക്ക് ഇവന്മാർ ഇരിപ്പ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്നത്തെ ഐറ്റം ഇവന്മാരായിക്കോട്ടെ എന്ന് വിചാരിച്ചു. 4 ഉണ്ടായിരുന്നു കേട്ടോ, ഒരെണ്ണേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി 3 നമുക്ക് നാളെ മറ്റന്നാളെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നേ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു തന്നില്ലല്ലോ. ഇന്ന് ബീട്രൂട്ട് ഹൽവയാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അത് പീസാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത ബീട്രൂട്ട് ജ്യൂസിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മൾ ഹലുവയുള്ള സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹലുവ സെറ്റാവുന്ന പാത്രം സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഹലുവ സെറ്റാക്കിയെടുക്കുന്നത്. പിന്നെ ഒന്ന് നോക്കിയില്ല, ഒരു കടായിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. 5 മിനിറ്റിനുള്ളിൽ തന്നെ ദേ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി വരുവേ. പെട്ടെന്ന് തന്നെ കുറുകി വന്ന നമ്മൾ ഐറ്റത്തിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കട്ടോ. ഞാനത് ചേർത്ത് കൊടുത്തില്ല, ചേർക്കണമെന്നില്ല. നല്ല ടേസ്റ്റ് ആട്ടോ. ബീട്രൂട്ടിൻ്റെ ചൊയയും കാര്യങ്ങളും ഒന്നും വരുന്നില്ലേ, നെയ്യ് ചേർക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ബദാമാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബദാമോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള അതൊക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശത്തെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മൂലയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ട്. പിന്നെ ഇനി നമുക്കൊരു 3 മണിക്കൂർ കേട്ടോ, ഏകദേശം ഞാനൊരു 3 മണിക്കൂർ പുറത്ത് വെച്ചു. അപ്പോൾ ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ബീട്രൂട്ട് ഹൽവ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ മധുരം കുറച്ചിട്ടുണ്ടാക്കി കേട്ടോ, അച്ഛന് കൊടുക്കാനുള്ള കാരണം. ഇനി നമുക്ക് അച്ഛന് കൊടുത്തിട്ട് അച്ഛൻ്റെ അഭിപ്രായം കൂടെ കേൾക്കാം. ഹലുവയാണ്. ഇതെന്താ ചോപ്പ് കളർ? എന്തെങ്കിലും കളർ ചേർക്കാം? കളറൊന്നല്ല അത്, അതെ ബീട്രൂട്ട് ഹലുവയാണ്. ബീട്രൂട്ട് ഹൽവ നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ടാ, നല്ല രുചിയുണ്ട് ഇതിനാട്ടോ. ഞാനെന്താ ആദ്യമായിട്ട് ഇന്നണ്ട ഈ ബീട്രൂട്ട് ഹൽവ ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്തായാലും നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട് അല്ലേ?